അതെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു സാധനം കൊടുക്കുമ്പോഴേ അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാൻ പോവാം. 107 കിലോ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും ഇത് പ്ലാവ് നടാം മാവ് നടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ആ സാധനത്തിന് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടെന്ന് കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തൊന്ന് കയറി ഇരിക്കാൻ പോവാ. ഞാനിവിടുത്തെ നിക്കടാ ഇരിക്കട്ടെ. ഇത് 2 അടിക്ക് 2 അടി ബാഗാണ്ടോ? അതെ, നമ്മൾ ഈ പ്ലാസ്റ്റിക് ചട്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ചട്ടി ഉപയോഗിക്കുമ്പോൾ ഈ വെയിലടിച്ചിട്ട് ഒരു 6 മാസം 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകില്ലേ, അതിന് പകരം ഒരു സൊല്യൂഷൻ, അതായത് നല്ല സ്റ്റൈലൻ ഗ്രോ ബാഗ്, നല്ല സുന്ദരനായിട്ടുള്ള ഗ്രോ ബാഗ്. ഓക്കെ, നമുക്ക് ഇനി ഇത് മേടിക്കാൻ വേണ്ടി ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകേണ്ട കാര്യം നമ്മളിവിടെ ഉണ്ടെന്നേ. ചാലക്കുടിയിൽ മാരാങ്കോട് നമ്മളിവിടെ കമ്പനി ഉണ്ടെന്നേ. നിങ്ങൾ ചുമ്മാ വിളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, വാട്സപ്പ് അയക്കി നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് തരാം, നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് കറങ്ങിയാലോ ഇതിൻ്റെ അകത്തോടെ. ഇപ്പം പഴയ പോലെ ഒന്നുമില്ല, സ്ത്രീകളൊക്കെ കൃഷി ചെയ്ത് തുടങ്ങി, അടുക്കളത്തോട്ടം അല്ലെങ്കിൽ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടികളൊക്കെ ഉപയോഗിക്കുമ്പം ചട്ടിക്ക് തന്നെ ഒരു നല്ല വെയിറ്റ് ഉണ്ടാവും, പിന്നെ അത് എടുത്തു വയ്ക്കാനും പിടിക്കാനൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര പാട്. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഗാർഡൻ ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, ഇത് വർഷാവർഷം പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെയിൻ്റ് അടിക്കേണ്ടതൊക്കെ വരും. ഇത് പെയിൻ്റ് അടിക്കുന്നത് അഴുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആവും. ഒരു 5 to 7 years ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നല്ല നിങ്ങളെപ്പോലെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ഗ്രോ ബാഗ് നമുക്കിത് പരിചയപ്പെടാം. ഇതൊരു പൊടിക്കുഞ്ഞൻ, ഒരു സുന്ദരക്കുട്ടൻ. അയ്യോ, ചാടിപ്പോയി. അത് എന്നാന്ന് വെച്ചാൽ 6 ഇഞ്ച് ബൈ 6 ഇഞ്ച്, 6 ഇഞ്ച് വ്യാസവും 6 ഇഞ്ച് വട്ടവും. നമുക്കിങ്ങനെ എന്താ പറയുക, ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ അതുപോലെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന, ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് 9x9 ഉണ്ടോ, അതായത് 9 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. ചെറിയ ചെടിച്ചട്ടിക്കൊക്കെ പകരം ഉപയോഗിക്കാവുന്ന നല്ല ഒരു അടിപൊളി സംഗതിയാണ്. കണ്ട തലക്കെട്ടൊക്കെ കണ്ട, ഇത് കാഴ്ചയ്ക്ക് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സൈസാണ്. 9x9. പിന്നെ ഇത് 9x12, അതായത് വട്ടം കുറവാണ്, ഉയരം കൂടുതലാണ്. 12 ഇഞ്ച് ഹൈറ്റും 9 ഇഞ്ച് വ്യാസവും. ഇതിന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതിൽ എല്ലാത്തിലും ഇതാ കണ്ടോ, ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് എന്നുള്ള സ്റ്റിക്കർ ഉണ്ടാവും. നമ്മൾ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, അതും ഇതിനകത്തുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ചെറുതരം പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന 12x9 കണ്ടോ, 12 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. അപ്പം നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ചെറുകിട പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഈവൻ ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇതിന് എന്താ വെച്ചാൽ കൂടുതൽ എണ്ണം നമുക്ക് നടാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഇത് 12x12, അതായത് ഈ നേരത്തെ കാണിച്ച 9x9ഉം 12, നേരത്തെ കാണിച്ച 12x9ഉം 12x12മാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റങ്ങൾ. എന്നാ വെച്ചാൽ 12 ഇഞ്ച് വ്യാസവും 12 ഇഞ്ച് ഹൈറ്റും. നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും, അതായത് മുളകോ വെണ്ടയോ വഴുതനയോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചെയ്യാവുന്നതാണ് 12x12 എന്ന് പറയുന്ന സൈസ്. കണ്ടോ, ഇത് 18x9, അതായത് 18 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഹൈറ്റ്. അപ്പം നമുക്ക് ബഞ്ചായിട്ട്, അതായത് എന്താ പറയുക, ഈ മല്ലി പുതിന അങ്ങനെയുള്ള എണ്ണം കൂടുതൽ നടുന്ന ചീര, അങ്ങനെ എണ്ണം കൂടുതൽ നടുന്ന പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണിത്. അവനെ കാണുമ്പോൾ തന്നെ ഒരു കലയില്ലേ. ഏത് ഇത് 15x15, അതായത് കുറച്ച് സൈസൊക്കെ വരുന്ന പച്ചക്കറികളോ ചെറിയ മരങ്ങളൊക്കെ നടാവുന്ന 15 ഇഞ്ച് ഹൈറ്റ്, അതുപോലെ തന്നെ 15 ഇഞ്ച് വ്യാസം വരുന്നതാണ്. നല്ല രസികനായിട്ടുമാണ് ഒരെണ്ണം. അതുപോലെ നമുക്ക് ഇത് 15x12, 15 ഇഞ്ച് വ്യാസവും 12 ഇഞ്ച് ഹൈറ്റും. ഇതും നമുക്ക് പച്ചക്കറികൾക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് സൈസ്, ചെടികളുടെ സൈസ് ഏതൊക്കെ വരും, അല്ലെങ്കിൽ പച്ചക്കറിയുടെ സൈസ് ഏതൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം.
ഇത് അത്യാവശ്യം ചെറിയ മരങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. 18-24, അതായത് 18 ഇഞ്ച് വ്യാസവും 24 ഇഞ്ച് ഹൈറ്റും. ഇത് നമുക്ക് 24-24 എന്ന് പറഞ്ഞാൽ മരത്തൈകൾ നടാൻ, മാവ് പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനുള്ള ഒരു രസികൻ ഐറ്റമാണ്. നമുക്ക് ഇത് നല്ല ഇതല്ല, എല്ലാം നല്ല സ്ട്രോങ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കണേ. നമ്മുടെ പോളിസി ഇത്രയേ ഉള്ളൂ, ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യുക, അല്ല പിന്നെ ചെയ്യാതിരിക്കുക. അപ്പോൾ ക്വാളിറ്റിയിൽ നിങ്ങളൊരു ബസ്സും പേടിക്കണ്ട. ഒരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, UV ട്രീറ്റഡ് ആയിട്ടുള്ള, UV സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണേ. ഇത് കുറച്ചും കൂടെ വലിയ സൈസാണ്. കണ്ടോ, ഇത് 30 ഇഞ്ച് വ്യാസം, 30 ഇഞ്ച് ഹൈറ്റ്. കണ്ടോ, ഒരാളൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ കാണൂല ഏത്. അപ്പം വലിയ ഇപ്പം തെങ്ങൊക്കെ നടാവുന്ന ഒരു ഐറ്റമാണിത്. നല്ല സ്ട്രെങ്ത്തിൽ ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഡബിൾ സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഒരു സ്പെഷ്യലി ട്രീറ്റഡ് ആയിട്ടുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ ഗ്രോ ബാഗ്, അതായത് നമുക്ക് മുറിയുടെ മൂലയ്ക്ക്, കണ്ടാ ഇതിൻ്റെ ഷേപ്പ് നോക്കിയേ, മുറിയുടെ മൂലയ്ക്ക് വെക്കാൻ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പിൻ്റെ കോർണറിലൊക്കെ വെക്കാനായിട്ട് ഉള്ള ഷേപ്പ് ചെയ്തിട്ടുള്ള ഗ്രോ ബാഗാണ് ട്രയാങ്കിൾ ഗ്രോ ബാഗ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്വയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ കാണാൻ പാടില്ലേ, ചതുരത്തിലുള്ള ഗ്രോ ബാഗ്. ഇത് നമുക്ക് നിങ്ങൾ ഇതെന്നല്ല, എല്ലാ ഗ്രോ ബാഗും ഈ സൈസ് മാത്രമല്ല, നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ സ്പേസിന് എന്തോരം വലിപ്പമുണ്ടോ, മീൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി, ഇവിടെ അതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി, ഒരു പാർട്ടി കൊണ്ടുപോയത് 35 അടി നീളം, 1 അടി വീതി, 1 അടി ഹൈറ്റ്. അതായത് അവരുടെ ഒരു വീട്ടിലൊരു ചെറിയ തിണ്ണയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 35 അടി നീളത്തിലും 1 അടി ഹൈറ്റിലും 1 അടി വീതിയിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമായിട്ടുള്ള സൈസിൽ നമ്മൾ ഏതളവിലും നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പം ഞാൻ ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട്, ഞാൻ കുറച്ച് എണ്ണം പരിചയപ്പെടുത്തി നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് നിർത്തുവാണ്. നിങ്ങൾ വിളിച്ചാൽ അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചാൽ എല്ലാത്തിൻ്റെയും സൈസും അതിൻ്റെ വിലയും എല്ലാം പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള സൗകര്യം ചെയ്തു തരും. അപ്പം ഇനി സംഗതി ഇത് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെടി നടാതിരിക്കരുത് കേട്ടോ, ശരിയാവത്തില്ല കേട്ടോ. ഇതിവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ എന്താ സംഭവിച്ചാൽ നമുക്ക് അതിന് ഇച്ചിരി ഒരു ഭംഗി വേണമെന്നുള്ളൊരു നിർബന്ധമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടോ ഇതിനൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രോ ബാഗ്സ് എല്ലാം ഇത് ഫുള്ള് ഔട്ട്സൈഡ് ഫുള്ള് പച്ച കളറായിരിക്കും. ഇത് ഇവിടെ നമ്മൾ ഓറഞ്ച് കളറ് നമ്മളൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഓപ്പൺ ആയിരിക്കും. ഇവിടെ നമ്മളതൊരു ഫ്ലാപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സാധാരണ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിലൊക്കെ 2 mm ചെറിയ വണ്ണം കുറഞ്ഞ കയറായിരിക്കും ഇതിനകത്ത് ഇട്ടുണ്ടാവുക. നമ്മളിത് 4 mm കയറാണ്, അത് മെഷീനിൽ ഉരുക്കി ചേർത്തിട്ടാണ് വിടുന്നത്. അതായത് സാധാരണ ചില ആളുകൾ സെയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത് ഇവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റിച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഭംഗി പോവുമല്ല, അതിൻ്റെ സ്ട്രെങ്ത്തും പോവും. ഇത് നമ്മൾ മെഷീനിൽ കയറ് ചേർത്ത് ഈ മെറ്റീരിയലോടുകൂടി ചേർത്ത് ഉരുക്കിയിട്ടാണ് ഈ സൈഡ് ബീഡിങ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ 235 GSM-ലാണ് നമ്മൾ ചെയ്യണേ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്ട്രെങ്ത്തിൻ്റെ ഇത് നിങ്ങൾ കണ്ടല്ലോ, എന്നെ തൂക്കി എടുത്തിട്ട് പോകണമൊക്കെ കണ്ടാണല്ലോ. അതായത് നമുക്ക് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. ഇത് നിങ്ങൾക്കൊരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. UV ട്രീറ്റഡ് ആണ്. വെയിലും മഴയൊന്നും കൊണ്ട് ഇതിനൊന്നും കുറേ കാലത്തേക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് റിപ്പീറ്റഡായിട്ട് മണ്ണ് മാറ്റി വീണ്ടും അതിനകത്ത് പുതിയ കൃഷിയൊക്കെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഏറ്റവും സുഖം എന്താ വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വാങ്ങിച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊന്നും കൂടുതൽ ആളുകളുടെ സഹായം വേണ്ട. ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും നമുക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കണമെങ്കിൽ വളരെ കംഫർട്ട്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മക്കളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജോലിക്കാരെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കൃഷി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ എല്ലാ മേക്കിങ്ങും. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് ഏതളവ് പറഞ്ഞാലും നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് തരുന്നതാണ്. ഒപ്പം നമ്മൾ
നിങ്ങൾക്ക് വീട്ടിലെത്തി കിട്ടുകയും ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഇപ്പം താഴെ കാണുന്ന ഐക്കണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് വരും. അപ്പോൾ അതിന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. പിന്നെ നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് സൗകര്യങ്ങളില്ല, സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞ് കൃഷിയൊന്നും മുടക്കാൻ നിൽക്കണ്ട. നല്ല ഉഷാറായിട്ട് നടക്കട്ടെ. നമ്മുടെ നാടൻ കൂടെ ഹരിതാഭമാവട്ടെ. അതെ, സർവ്വ സാധനത്തിനും, അതായത് അച്ഛനും അമ്മയ്ക്കും വരെ, അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി സർവ്വ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രോ ബാഗ് വാങ്ങി വയ്ക്കുമ്പോഴേ നമ്മുടെ ഈ സ്റ്റിക്കർ നോക്കി വാങ്ങിച്ചോളൂ. ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറി ISO സർട്ടിഫിക്കേഷൻ അടക്കമുള്ള സ്റ്റിക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഉറപ്പുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ആവശ്യം, ഇപ്പോൾ 1000, 2000, 10,000, 15,000 എത്ര വേണമെങ്കിലും പറഞ്ഞാൽ നമ്മൾ അയച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള സാധനം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പിന്നെന്താ പറയുക, ഹോൾസെയിലും റീറ്റെയിലും എല്ലാ സംഗതിയും ഉണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും മടിക്കണ്ട, ഇങ്ങ് പോന്നോളുക. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.